പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. നമ്മള് സൂറത്തു അൽ ഇൻഫിത്താറാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഓഡിയോ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനിടയിൽ വീഡിയോ ചില വിഷയങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സൂറത്ത് അൽ ഇൻഫിത്താറിൽ നമുക്ക് സംസാരിക്കാനുള്ള വചനം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക എന്നുള്ള ഈ ഭാഗമാണ്. ഖൽഖ്, തസ്വിയത്ത്, തഅദീൽ, ഈ മൂന്ന് ഭാഗം. എന്താണ് ഖൽഖ്, എന്താണ് തസ്വിയത്ത്, എന്താണ് തഅദീൽ? ഇത് മൂന്നുമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അല്ലദീ ഖലഖക എന്ന് പറയുന്നത് നിന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മനുഷ്യന്റെ ബാഹ്യമായ സൃഷ്ടിപ്പിനെ കുറിച്ചല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഭൗതികമായ ശരീരത്തിന്റെ സൃഷ്ടിപ്പുണ്ടല്ലോ, അതല്ല. മറിച്ച് അവന്റെ ബോധമണ്ഡലത്തിന്റെ അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ സൃഷ്ടിപ്പാണ് അവിടെ നടക്കുന്നത് എന്നർത്ഥം. അത് പടിപടിയായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത് എന്നർത്ഥം. അതിനെക്കുറിച്ചാണ് മുസ്ഹഫ് സംസാരിക്കുന്നത്, ഖുർആൻ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ബാഹ്യമായ പദാർത്ഥത്തിന്റെ ഏത് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഏത് ഒരു ജീവിയുടെ പുതിയ സൃഷ്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്? മാറ്റങ്ങളല്ലാതെ. നിലവിലുള്ള പ്രപഞ്ചത്തിലുള്ള നിലവിലുള്ള വസ്തുക്കളെ, മൂലകങ്ങളെ മറ്റൊന്നാക്കി മാറ്റലല്ലാതെ പുതിയ ഒരു സൃഷ്ടി നടക്കുന്നതായിട്ട്, ബാഹ്യമായ രൂപത്തിൽ പുതിയൊരു സൃഷ്ടി നടക്കുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്ന സൃഷ്ടി ഇപ്പോ ഈ 2026 ഇന്ന ഒരു പുതിയ സൃഷ്ടി ഉണ്ടായിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറയാൻ ഏതാണുള്ളത്? അപ്പൊ ഖുർആൻ സംസാരിക്കുന്നത് ബാഹ്യമായ സൃഷ്ടിയല്ല, മറിച്ച് അവന്റെ ഉള്ളിൽ നടക്കുന്ന മനുഷ്യനിലേക്കുള്ള അവന്റെ സൃഷ്ടിപ്പാണ് നടക്കുന്നത്. അത് സൃഷ്ടിക്കപ്പെടാനുണ്ടാകുന്ന കാരണങ്ങൾ ആദ്യം 3-4 കാരണങ്ങൾ പറഞ്ഞു. അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഒരു ഭൂമിയില് ഒരു ഈ സൽസാല് നടന്നാല് ഉടനെ അവിടെ ഒരു വീടോ മറ്റു വസ്തുക്കളോ നിർമ്മിക്കാൻ കഴിയില്ല. അതൊന്ന് പാകപ്പെടുത്തി എടുത്തിട്ട് വേണം അവിടെ നിർമ്മിതി നടക്കാൻ. അത് ഭൗതിക തലത്തിൽ തന്നെ അങ്ങനെയാണ്. അപ്പൊ മനസ്സിൽ നമ്മൾ ഇൻഫിത്താറു സമാദ് നടക്കുന്നു, അതുപോലെ തന്നെ തഫ്ജീറുൽ ബിഹാർ നടക്കുന്നു, ഇന്തിസാറുൽ കവാക്കിബ് നടക്കുന്നു. അതിനുശേഷം ആ ഭൂമി, മനസ്സാവുന്ന ഭൂമികയെ ഒന്ന് പാകപ്പെടുത്തിയിട്ടാണ് അവിടെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്നത്. അതാണ് അല്ലദീ ഖലഖക എന്ന് പറയുന്നത്. അത് നമ്മുടെ റബ്ബാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. നമ്മെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അത് റബ്ബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ റബ്ബ് അലാ സിറാത്തിൻ സിറാത്തിൻ മുസ്തഖീമിലാണ് നിന്റെ റബ്ബ് എന്ന് പറയുമ്പോ ആ റബ്ബ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇന്ന റബ്ബക അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറയണ്ടല്ലോ, നിന്റെ റബ്ബ് സിറാത്തും മുസ്തഖീമിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിലെ ആ റബ്ബ് ഏതാണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ആ റബ്ബാണ് നമ്മെ തെർബിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മെ ഒരു മനുഷ്യനായി സൃഷ്ടിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ ഭൗതിക സൃഷ്ടിപ്പും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഭൂമിക്കടിയിൽ ഏതെങ്കിലും ഒരു ലോഹം കുഴിച്ചെടുത്ത് അതിനെ സംസ്കരിച്ച് അതിനെ രൂപമാറ്റങ്ങൾ വരുത്തി ഓരോന്നായി മാറ്റി അതിനൊരു ഉദാഹരണത്തിനൊരു കാറായിട്ട് മാറ്റിയെടുക്കുമ്പോഴത്തേന് പടിപടിയായി ഒരുപാട് സംഗതികൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ക്രമമായിട്ട് ആണ്, ഒറ്റയടിക്ക് ഒരു കാറിന് ഉണ്ടാക്കിയെടുക്കല്ല.
എന്നതുപോലെ തന്നെയാണ് ഈ ഹൽക്ക് നടക്കുന്നത്. അതാണ് ഹൽക്ക് എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒരു വസ്തുവിനെ പെട്ടെന്ന് അങ്ങോട്ട് ഈജാദ് കണ്ടെത്തിയെടുക്കലല്ല, മറിച്ച് തെദിരീജായിട്ട് മുത്തദരീജായിട്ട് പടിവേറ്റു ദറജ ദറജ. അതാണല്ലോ ഒക്കെ ഹലക്കും അത്തുവാറ എന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ടാണ്, പടിപടിയായിട്ടാണ് ഒരു നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത്. അതാണ് അത് ബാഹ്യം പദാർത്ഥ ലോകത്തിൽ നമ്മൾ എടുത്താലും അങ്ങനെ തന്നെയാണ് ഹൽക്ക് നടക്കുന്നത്. ഒരു കസേര, ഒരു മരം മുറിച്ചിട്ട് അത് ഏർന്ന് അതിന് രൂപമാറ്റങ്ങൾ പല രൂപത്തിൽ വരുത്തി അത് ഓരോന്നായി യോജിപ്പിച്ച് അങ്ങനെ അത് നമ്മൾ നിർമ്മിക്കുക. അതാണ് ഹൽക്ക് നടക്കുന്നത്. ബാഹ്യമായ രൂപത്തിൽ തന്നെ ഹൽക്ക് നടക്കുന്നത് അത്തുവാറായിട്ടാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പ് നടക്കുന്നത്. വല്ലതി ഹലക്കും അത്തുവാറ എന്ന് പറയുന്നത് അതാണ്. അത് നമ്മുടെ റബ്ബാണ് നമ്മെ സൃഷ്ടിച്ച് എടുക്കുന്നത് എന്നർത്ഥം, നമ്മുടെ ഉള്ളിലെ റബ്ബ്. അപ്പോ ഹൽക്ക് ഈജാദ് കണ്ടെത്തലല്ല എന്നുള്ളതാണ് നമ്മൾ ഹൽക്കിനെ കുറിച്ച് പറയുമ്പോൾ. മറിച്ച് ഇഹ്റാജ് മുത്തദരീജായിട്ട് തദ്രീജായിട്ട് അവന് തത്വീർ നടക്കുന്നത് പടിപടിയായിട്ടാണ് പുരോഗതി നടക്കുന്നത്. ഒറ്റ അടിക്കുള്ള പുരോഗതി അല്ല എന്നർത്ഥം. അതാണ് ഹൽക്കിനെ കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത്. പിന്നുള്ളത് തസ്വിയത്താണ്. തസ്വിയത്ത്, താഴ്തിയില്, ഈ 3 ഘട്ടങ്ങളാണ് ഒരാളിൽ സൃഷ്ടിപ്പ് നടക്കുമ്പോൾ. അപ്പോ ഹൽക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പടിപടിയായി നമ്മെ സൃഷ്ടിച്ചെടുക്കുക നമ്മുടെ മനസ്സിന്റെ ബോധമണ്ഡലത്ത്. നമ്മുടെ വഴി, അറബിലൽ വഴി എന്നാണ് അതിന് പറയാ, ബോധതലം. ഇപ്പൊ നെഫ്സിന്റെ വഴി ഉണ്ടല്ലോ, അതിനെ തെദിരീജായിട്ട് പടിപടിയായിട്ട്, അതിന് ഞാൻ ഖുർആനിൽ നിന്നും ഞാൻ തെളിവ് പറഞ്ഞു. അല്ലാതെ ഈ ഹലക്കും അത്തുവാർ അല്ല, തെർക്കബുന്ന തബക്കൻ അൻ തബക്ക് എന്ന് പറയുന്നത് അതാണ്. അത് ഞാൻ പറഞ്ഞു, അൻ എന്നുള്ളത് ഉപയോഗിച്ചത് തന്നെ വളരെ വ്യക്തമായിട്ടാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഒരു ചെറിയ അക്ഷരങ്ങള്, ഒരു ചെറിയ പദം ഉപയോഗിക്കുന്നത് വരെ ശ്രദ്ധിച്ചിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ലതർക്കബുന്ന തബക്കൻ അല തബക്ക് എന്നല്ല, ലതർക്കബുന്ന തബക്കൻ അൻ തബക്ക് എന്നുള്ളതാണെന്നുള്ളത് ഞാൻ ഏതൊരു ക്ലാസ്സിൽ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു തബക്കത്ത്, പിന്നെ അതിനെ പൂർത്തിയായി കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ളത്, അല്ലാതെ അതിന്റെ മുകളിൽ വേറൊന്ന് എന്നുള്ള അർത്ഥത്തിനല്ല. ഒരു മേഖല നമ്മൾ ജ്ഞാനത്തിന്റെ പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് അടുത്തത്. ഇങ്ങനെ അതാണ് എല്ലാ തർക്കബുന്ന. അത് അങ്ങനെയാണ് നമ്മുടെ റുക്കൂബ്, യാത്ര, ജ്ഞാനത്തിന്റെ റുക്കൂബ്, തെർക്കീബ്, നമ്മുടെ പിന്നെ യാത്ര അങ്ങനെയാണ്. അപ്പോ ഒരു പടിപടിയായി ഒരു വസ്തുവിനെ തെഷ്കീല് രൂപപ്പെടുത്തി എടുക്കലാണ് ഒരാളുടെ ഹൽക്ക്. അല്ലാതെ പുതിയൊരു വസ്തുവിനെ ഈജാദ് കണ്ടെത്തലല്ല ഹൽക്ക് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. പിന്നെ തസ്വിയത്ത് എന്ന് പറഞ്ഞാല് ലെവലിംഗ് എന്ന് നമ്മൾ പറയാലോ. ഒരു എഞ്ചിനീയറിംഗിൽ തന്നെ ലെവലിംഗ് എന്താണ്? ലെവലിംഗ് എന്ന് പറഞ്ഞാല് താഴ്ന്നു കിടക്കുന്നതിനെ ഹാഫിലായി ഹാഫിലത്തുൻ റാഫിയത്തുൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാഫിലത്തുൻ റാഫിയത്തുൻ. അപ്പോ ഹഫിലായി കിടക്കുന്ന ഭാഗങ്ങളെ ഉയർത്തിയും ഉയർന്നു കിടക്കുന്ന ഭാഗങ്ങളെ താഴ്ത്തിയും അങ്ങനെയാണ് ലെവൽ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഉപരിഭാഗം കറക്റ്റ് ലെവലാക്കി കൊണ്ടുവരിക. ഇതാണ് ഇത് നമ്മുടെ സ്വഭാവങ്ങളിൽ 3 നിലക്കാണ്. ഒന്ന് ഹാഫിലത്തും, ഒന്ന് ഹഫുലായി കിടക്കുന്നത് ഇർത്തിഫായ് ചെയ്യുക, ഇർത്തിഫായ് ഉയർന്നു കിടക്കുന്നതിന് ഹഫുലാക്കുക. അറബി വാക്കുകളാണ്, പേടിക്കണ്ട. അതായത് ഉയർന്നു കിടക്കുന്ന ഭാഗങ്ങളെയൊക്കെ ഒന്ന് അടിച്ച് അമർത്തി താഴ്ത്തുകയും ഏതെങ്കിലും ഭാഗം താഴ്ന്നു കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്തിട്ടും ഉയർത്തി കൊണ്ടുവന്നിട്ടും അതിനെ ലെവൽ ചെയ്യുക. അതിൽ എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളുണ്ടോ അതിനൊക്കെ എടുത്തു കളയുക. അങ്ങനെ 2-3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ തസ്വിയത്ത് നടത്താറുള്ളത്.
തസ്വിയത്ത് നടത്തുകയാണ്. അവന്റെ സ്വഭാവങ്ങൾ, അവന്റെ സംസ്കാരങ്ങള് തസ്വിയത്ത് നടത്തുകയാണ്. എന്തൊക്കെ കുറവുകളായിട്ടുണ്ടോ അതൊക്കെ ഫില്ല് ചെയ്യുകയും എന്തൊക്കെ വേണ്ടാത്തത് അധികമായി നിൽക്കുന്നുണ്ടോ അതിനൊക്കെ ലെവലാക്കി കൊണ്ടുവന്നുകൊണ്ടാണ് അവനിൽ ഹൽക്ക് നടക്കുന്നത്, സൃഷ്ടിപ്പ് നടക്കുന്നത്. അപ്പോ ഈ തസ്വിയത്ത് നടക്കുന്നതോടുകൂടി നഫ്ഹത്ത് നടക്കുന്നുണ്ട്. വൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി എന്ന് പറഞ്ഞല്ലോ. തസ്വിയത്ത് നടക്കുമ്പോഴാണ് റൂഹിനെ ഊതുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി എന്ന് പറയുന്നത് അതാണ്. ഒരു മനുഷ്യനിൽ 3 നിലക്കാണ് റൂഹുകൾ ഊതുമ്പോ അവനിൽ പ്രവർത്തിക്കുന്നത്. അവിടേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഇപ്പൊ തസ്വിയത്ത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി. അപ്പൊ തസ്വിയത്ത് നടക്കുന്നതോട് കൂടി അവനിൽ റൂഹിയായ തലം അവനിൽ ഊതപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ് ഫൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി എന്ന് പറയുന്നത്. റൂഹ് അവനിൽ ലഭിക്കുമ്പോൾ അവന് കാബിലിയത്തിൽ സമഈ, കാര്യങ്ങൾ കേൾക്കാൻ അവന് തയ്യാറാവും. അങ്ങനെ 3 കാര്യങ്ങൾ അവന്റെ സമവും ബസറും ഫുആദും പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അർത്ഥം. അതാണ് അതിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. പിന്നെ വിശദിക്കുക. സമവ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും കേൾക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും തയ്യാറാവുന്ന ഒരവസ്ഥയിലേക്ക് അവന് വരികയാണ്. അതാണ് അവന്റെ സമവ് പ്രവർത്തിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ. അതേതായാലും നമുക്ക് വിശദീകരിക്കാം. അപ്പൊ തസ്വിയത്ത്, പിന്നെ തഅദീൽ എന്ന് പറഞ്ഞാൽ നീതി. അദലക്കാന്ന് പറഞ്ഞാൽ നിന്നെ നീതിമാനാക്കി എന്നല്ല. തഅദീൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിലവിലുള്ള ഇതിനെ മാറ്റി പുതിയൊരു മേഖലയെ സ്വീകരിക്കാൻ തയ്യാറുള്ള അവസ്ഥക്കാണ് തഅദീൽ എന്ന് പറയാം. അദല എന്ന് പറഞ്ഞാൽ തെറ്റുക എന്നാണ്. അത് ഖുർആനിൽ ഉടനീളം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അദല എന്നുള്ളത് എന്തിനാണ്? വഹും ബിറബ്ബിഹിം യഅദിലൂൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. റബ്ബിനോട് നീതി കാണിക്കുക എന്നല്ല. അദല അൻ റഈ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ നിലവിലുള്ള എന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറുക എന്നാണ് അതിന്റെ അർത്ഥം. അദല അൻ റഈഹി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കിപ്പോ ഡിക്ഷണറികളുണ്ട്, നെറ്റിൽ അടിച്ചാൽ കിട്ടും. അദല അൻ റഈഹി, അവൻ അവന്റെ റഈയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മൾ തഅദീൽ നടത്തുക എന്ന് പറഞ്ഞാല് നമ്മൾ നിലവിലുള്ള മേഖലയിൽ നിന്ന് പുതിയ മേഖലയിലേക്ക് നമുക്ക് മാറാനുള്ള നമുക്കൊരു ഗുണം, അതും കൂടി നമ്മളിൽ വെക്കുകയാണ് ചെയ്യണത്. ആ ഗുണമില്ലെങ്കിൽ സ്ഥായിയായി ഒന്നിൽ തന്നെ നമ്മൾ നിലകൊള്ളും. നമ്മളിൽ സൃഷ്ടിപ്പ് നടന്ന എന്താണോ അവിടെ തന്നെ നിൽക്കും. അതിനപ്പുറത്തേക്ക് പുതിയ മേഖലകളിലേക്ക് പോകാൻ അവന് തയ്യാറാകൂല എന്നർത്ഥം. അപ്പൊ അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ പിന്നീട് വരുത്തേണ്ടി വരും. ഇപ്പൊ നമ്മളൊരു കാറ് ഒരു മോഡൽ ഇറക്കി. ഇപ്പൊ നമ്മളൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉള്ള ആ മോഡല് ഇപ്പൊ ഇല്ല. അവിടെ എന്തൊക്കെ തഅദീലുകൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അവിടെയൊക്കെ മാറ്റങ്ങൾ. ഇപ്പൊ എന്റെ മുന്നിലുള്ള ഈ മൊബൈലിലാണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു? ആ ഹൽക്ക് നടത്തിയപ്പോ അതിന് തസ്വിയത്തും നടത്തി, അതിനെ അവിടെ നിർത്തിയില്ല. പിന്നീട് അവിടെ വരുത്തേണ്ട തഅദീലുകൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിൽ അവന് നിരന്തരം തഅദീലിന് തയ്യാറാകണം. അതാണ് ഹൽക്ക്, തസ്വിയത്ത്, തഅദീൽ. ഇത് കേൾക്കുമ്പോൾ പിന്നെ ഒന്നുമില്ലെങ്കിലും മനുഷ്യന്റെ ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇതിലൊക്കെ ഓരോ അക്ഷരങ്ങളെ കുറിച്ചും നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് പിന്നീട്, അത് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് നമ്മൾ വിശദീകരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.